നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന ഒരു 4 മണി പലഹാരമായ പഴംപൊരിയാണ്. പഴംപൊരിക്ക് നമ്മൾ 3 ഏത്തപ്പഴം നല്ല പഴുത്ത പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ കുറച്ച് അരിപ്പൊടി, വറുത്ത അരിയുടെ പൊടിയാണ്, അല്പം മഞ്ഞപ്പൊടി, വെളിച്ചെണ്ണ, വെള്ളം, ഇത്രയും മതി നമുക്ക്. ഇനി പഴം നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ചിടാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് അല്ലേ? 4 മണി പലഹാരമാണ്. ചായക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും പഴംപൊരി ഒക്കെയാണ് അന്വേഷിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. പഴത്തിനനുസരിച്ച് നമ്മൾക്ക് കുഴക്കാം. അതെ, ആദ്യം ഗോതമ്പ് പൊടി, അതാണ് കൂടുതൽ വേണ്ടത്. അതേപോലെ അരിപ്പൊടി ഇത് 1 സ്പൂൺ മതി. അതെ, ഒരല്പം കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയാണ് നമ്മൾ ചേർക്കണത്. ഒരല്പം മഞ്ഞപ്പൊടി എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഇതേപോലെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. ശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ശരി. മാവ് നമ്മുടെ പഴത്തുമ്മ പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള വെള്ളം ചേർക്കാം. നമുക്ക് കുറച്ച് വീതം മാവിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നീട് ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് മാവ് പിടിച്ചിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം. അതെ, സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതെ, നമുക്ക് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ. അതെ, ഇതൊന്നുമില്ലാതെ തന്നെ വീർത്ത് തന്നെ ഉണ്ടാകും. ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ. അതെ അതെ, അത് മതി. ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇത് വറുത്ത് നമുക്ക് ആയതൊക്കെ നമുക്ക് എടുക്കാം. എന്താ പൊള്ളച്ചത്. ഇതുപോലെ മറ്റുള്ളതും കൂടി നമുക്ക് വറുത്ത് വരെയെടുക്കാം. അധികം ലൂസാവാനും പാടില്ല, അധികം കട്ടിയാവാതെ തന്നെ മാവ് കലക്കിയെടുക്കണം. അതെ അതെ,
ഇതിപ്പോ മാവ് നല്ല രീതിയിൽ തന്നെ അതെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ സിമ്മിലിട്ടാണ് വേവിക്കണമെങ്കിലും ഇത്തിരി കഴിവുള്ളിലെ പൊള്ളക്കുണ്ട്. അതെ ഒന്നാമത്തെ കാര്യം നല്ല പഴുത്ത പഴമായിരിക്കണം. പിന്നെ നാടൻ പഴം കിട്ടിയാൽ ഏറ്റവും നല്ലത്. നമുക്കിപ്പോൾ നാടൻ പഴം കിട്ടിയൊക്കെ ഉണ്ട്. അതെ അതെ. ഇത് മായിട്ടുണ്ടല്ലോ ഇതെ നമ്മൾ ആദ്യത്തെ തീ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വേഗം കിട്ടുമല്ലോ. ഈ വളരെ കുറച്ചായിട്ടേ നമുക്ക് ഇടാൻ പാടുള്ളൂ. സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ. വെളിച്ചെണ്ണയൊക്കെ അധികം വേണ്ടെന്ന്, വളരെ കുറച്ച് മതിയാണ്. എണ്ണയൊന്നും കുടിക്കണില്ല. ഒഴിച്ച വെളിച്ചെണ്ണ അങ്ങനെ തന്നെ ഉണ്ട്. അതെ. പഴംപൊരി റെഡി ആയിട്ടുണ്ട് മോളെ. മോളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ. ഇതില് മൈദ ഒന്നും ചേർന്നിട്ടില്ല മോളെ. പഞ്ചസാര ശർക്കര ഒന്നും ചേർത്തില്ല. കുറച്ച് അരിപ്പൊടി ഗോതമ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതെ നല്ല ടേസ്റ്റ്. അതെ സൂപ്പറായി. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം. നമസ്കാരം.